എൻ്റെ മനസ്സിൽ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളിലേക്കൊക്കെ എൻ്റെ മൈൻഡ് അങ്ങ് പോവുകയാണ്. എൻ്റെ വൻകുടലിൻ്റെ 3 പോർഷനിൽ 2 പോർഷൻസും ഫുള്ളി ഡാമേജ് ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് നിൽക്കാൻ പറ്റാത്ത വേദന വരിക. ഞാൻ ബാത്റൂമിൽ പോയി കഴിയുമ്പം ക്ലോട്ടായിട്ട്, അതായത് കട്ടയായിട്ട് എൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ റെഡ് കളറിൽ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ വാഷ്റൂമിലേക്ക് ഓടും. മിനിമം ആണത്, മിനിമം. ചെന്നിരുന്ന് കഴിയുമ്പം ഞാൻ കരഞ്ഞിട്ടായിരിക്കും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരിക. കാരണം എനിക്ക് ആ സമയത്തെ വേദന എന്താ പറയുക, നമുക്ക് ഈ എന്തൊക്കെയോ സംഭവം ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ എന്തൊക്കെയോ ഇതായി പോണ പോലാണ് എനിക്ക് തോന്നുന്നത്. ആ പോണ സമയത്ത് ആ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി പോണ സമയത്തുള്ള വേദന എനിക്ക് സഹിക്കില്ല. ഞാൻ ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരും. ഇത്രയും പേരെ മുന്നേ വെച്ച് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയാണ്. ഞാൻ ഒരുപാട് അകന്നു പോയൊരു കുട്ടിയായിരുന്നു. പക്ഷെ വീണ്ടും കർത്താവ് എന്നെ തിരിച്ചു വിളിച്ചു. ഹൃദയത്തിൽ കൈവച്ചിട്ട് ഞാൻ പറയാണ്, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു, കർത്താവ് എന്റെ കൂടെയുണ്ട്, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. തുടർന്ന് നമ്മൾ കേൾക്കാനും കാണാനുമായി പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണിയാണ്. സ്വർഗം ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നു. സാക്ഷ്യം പറയാൻ നമ്മുടെ മുമ്പിലായിരിക്കുന്നത് പ്രിയ ലിനു സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് അസാധാരണമായ ഒരു വിടുതൽ, ഒരു രോഗസൗഖ്യമാണ്. പ്രത്യേകിച്ച് തനിക്ക് കുടലുകളിൽ അൾസർ വന്ന് വളരെ ഭാരത്തോടും പ്രയാസത്തോടുമായിരുന്നു. എന്നാൽ നമ്മുടെ കോൾ സെൻ്ററുകളിൽ വിളിച്ചു പ്രാർത്ഥിച്ചു, വലിയൊരു സൗഖ്യം താൻ അനുഭവിച്ചു എന്നാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ നേരിട്ട് ലിനു സിസ്റ്ററിനോട് തന്നെ ചോദിക്കാൻ പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു അത്ഭുതം നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പോകുന്നു. പറഞ്ഞാട്ടെ ലിനു സിസ്റ്ററെ, എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പൊ ഞാൻ വരുന്നത് മാരമണ്ണാണ് സ്വന്തം സ്ഥലം. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തോ ചെയ്യുന്ന സിസ്റ്ററോടെ? ഞാൻ ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്, ഒരു അറബിക് സ്വീറ്റ്സിന്റെ കമ്പനിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്. എത്ര നാളായിട്ട് അവിടെ ഉണ്ടോ? ഇപ്പൊ ഞാൻ ഈ കമ്പനി കയറിയിട്ട് ഇപ്പം 4 മാസമായിട്ടേ ഉള്ളൂ. അബുദാബിയിലായിട്ട് എത്ര നാളായി? 2 വർഷത്തിൽ കൂടുതലായി. എന്താണ് സിസ്റ്റർ ഉണ്ടായ പ്രയാസം, പറയാമോ? എനിക്ക് വളരെ പെട്ടെന്നാണ് ഒരു വയറുവേദന തുടങ്ങിയതാണ്. എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറുവേദന വരുന്നു. ആദ്യം അതായിരുന്നു ബുദ്ധിമുട്ട്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആദ്യം ചെറുതായിട്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തു. അബുദാബി തന്നെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ വയറിൽ ഫുൾ ഇൻഫെക്ഷൻ ആണ്. വയറിൽ ഒരു ഭാഗം മൊത്തം ഇൻഫെക്ഷനും ഒരു ഭാഗം ഗ്യാസും കയറിഞ്ഞിട്ട് ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. വയറിന്റെ ഒരു ഭാഗം മുഴുവൻ ഇൻഫെക്ഷൻ ആണ്, ഒരു ഭാഗത്ത് ഗ്യാസ് കയറി ഫില്ലായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ മരുന്ന് തന്നു, ഞാൻ കഴിച്ചു. വീട്ടിൽ ഞാൻ എപ്പോഴും അമ്മയായിട്ടാണ് കോണ്ടാക്ട്. അമ്മേനെ വിളിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് നാളായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വളരെ അകന്ന് നിൽക്കുന്ന ഒരു ആയിരുന്നു. ഇപ്പൊ അല്ല, നേരത്തെ ആയിട്ട്. അപ്പൊ അമ്മ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ അന്ന് പ്രാർത്ഥിക്കും. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ആ വഴിയില്ല, എൻ്റെ വഴിക്ക് ഞാൻ നടക്കും. അങ്ങനെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വരെ. വീണ്ടും ഇത് തന്നെ ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരുന്നു. വയറുവേദന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഫുഡ് കഴിച്ചൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിൽക്കാൻ പറ്റാത്ത വേദന വരിക. ഞാൻ ബാത്റൂമിൽ പോയി കഴിയുമ്പം ക്ലോട്ടായിട്ട്, അതായത് കട്ടയായിട്ട് എൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ റെഡ് കളറിൽ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നപ്പം ഫുഡ് കഴിക്കാനൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഫുഡ് അത് ഞാൻ 3 നേരം കഴിച്ചു എന്ന് വരുത്തും. കാരണം പേടിയാണ്. കഴിച്ചു കഴിയുമ്പോൾ വേദന വരും, ബാത്റൂമിൽ പോകണമല്ലോ, ടെൻഷൻ കാരണം കഴിക്കാറ് കുറച്ച് കഴിക്കും. വീണ്ടും ഞാൻ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ വേറെ ഡോക്ടറെ റെഫർ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം. 2-3 ടെസ്റ്റ് ഉണ്ട്. 3-4 ടെസ്റ്റ് പറഞ്ഞു. പറഞ്ഞ കൊളനോസ്കോപ്പി, അങ്ങനെ കുറേ ടെസ്റ്റുകൾ തന്നു. ആദ്യത്തെ ഒരു ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നോർമൽ വാല്യൂ ഒരു 20-ന് താഴെ വരേണ്ടത് എൻ്റെ വാല്യൂ 950,000 അടുത്തെത്തി. 20-ൽ താഴെ വരേണ്ടത് 900-ന് മുകളിലെത്തി. 950-ന്റെ അടുത്തെത്തി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത്തിരി സീരിയസ് ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ പോലെ കൊളനോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായി, സത്യമാണ് എനിക്ക് പേടിയായി. എനിക്ക് എന്തോ വരാൻ പോണു, ഞാൻ മരിക്കാൻ പോവാണോ എന്താണെന്നറിയാത്തൊരവസ്ഥ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞ ഡേറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ചെല്ലുന്തോറും ദിവസം തോറും എനിക്ക് വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ എല്ലാവർക്കും എൻ്റെ അവസ്ഥ അറിയാം. കാരണം ഞാൻ ഇങ്ങനെ നിൽക്കണ നിപ്പിൽ ഞാൻ ഇപ്പം വരാമെന്ന് പറയുമ്പോൾ അവർക്കറിയാം ഞാൻ വാഷ്റൂമിലേക്ക് ഓടണാണ്. അപ്പം എന്നെ എല്ലാവരും ജോലിയിൽ സഹായിച്ചു. അപ്പം എന്നെ ഒരു ദിവസം മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ വാഷ്റൂമിലേക്ക് ഓടും. മിനിമം ആണത്, മിനിമം. എന്റെ ഡ്യൂട്ടി ടൈം 12 hours ആണ്. 12 മണിക്കൂർ. ഇത്രത്തോളാണ്. ചെന്നിരുന്ന് കഴിയുമ്പം ഞാൻ കരഞ്ഞിട്ടായിരിക്കും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരിക. കാരണം എനിക്ക് ആ സമയത്തെ വേദന എന്താ പറയാ, നമുക്ക് ഈ എന്തൊക്കെയോ സംഭവം ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ എന്തൊക്കെയോ ഇതായി പോണ പോലാണ് എനിക്ക് തോന്നുന്നത്. ആ പോണ സമയത്ത് ആ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി പോണ സമയത്തുള്ള വേദന എനിക്ക് സഹിക്കില്ല. ഞാൻ ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരും. അങ്ങനെ ഞാനൊരു
കുറേ പ്രാവശ്യം ആയിട്ട് ഡോക്ടർ വിളിക്കാന്നിട്ട് പിന്നെ ഞാൻ കമ്പനിയിൽ നിന്ന് ആളെ കൂട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോഴത്തേക്ക് എന്തോ നമ്പർ മിസ്റ്റേക്ക് അങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് പാൻകൊളൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വൻകുടൽ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൻകുടലിൻ്റെ 3 പോർഷനിൽ 2 പോർഷൻസും ഫുള്ളി ഡാമേജ് ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്, എനിക്ക് കാണിച്ചു തന്നെ. വൻകുടലിന്റെ ഭൂരിഭാഗം ആകെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ നോർമലായിട്ട് ഇരിക്കുന്നത്. ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് വെസൽസ് വരെയും പോയിട്ട് അവിടെ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ടെൻഷൻ ഒന്നും കൂടെ കൂടി. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളിലേക്കൊക്കെ എൻ്റെ മൈൻഡ് അങ്ങ് പോവുകയാണ്. ഇനി അത് വരുമ്പം ക്യാൻസർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒറ്റയ്ക്കാണല്ലോ, എന്താ ജീവിക്കാൻ പറ്റുമോ, ഇനി മുന്നോട്ടില്ല, അങ്ങനെ കുറേ ഇതായി. പക്ഷേ മരണം മാത്രം മുമ്പിൽ കാണുന്ന അവസ്ഥ ഞാൻ അതേ കണ്ടുള്ളൂ. പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പോലും അത് പറഞ്ഞില്ല, കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും അതൊരു സംശയമാണ്. ബയോപ്സി വരും, റിസൾട്ട് വരും, എന്തായിരിക്കും, ഇനി വല്ല ക്യാൻസർ ആണെങ്കിൽ ഇവിടെ നിൽക്കണോ, തിരിച്ച് നാട്ടിൽ പോകണോ, എന്തിനാ എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണേ, അങ്ങനെ കുറേ ചിന്തിച്ചു ഞാൻ. പക്ഷെ 2 ദിവസം ഒരാഴ്ചത്തേക്ക് ടാബ്ലറ്റ് തന്നു. ടാബ്ലറ്റ് കഴിക്കുന്തോറും എനിക്ക് അസ്വസ്ഥത കൂടുകയാണ്. മരുന്ന് കഴിച്ചാലും നിൽക്കാൻ പറ്റണില്ല. 2 ദിവസമായപ്പം കഴിഞ്ഞ ആഴ്ച എനിക്ക് ഡ്യൂട്ടിക്ക് നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തോ വേദന വന്ന് ഇങ്ങനെ എനിക്ക് നേരെ നിൽക്കാൻ പറ്റണില്ല, എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. പോയി എവിടെയെങ്കിലും കിടക്കണം, അതാണ് ഒന്നും പറ്റുന്നില്ല. എനിക്ക് എവിടെയെങ്കിലും കിടക്കണം എന്നൊരു ചിന്ത. പക്ഷെ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം ഞാൻ നോക്കി. ചൊവ്വാഴ്ച പകൽ തുടങ്ങി, ഡ്യൂട്ടിക്ക് കയറിയപ്പം തുടങ്ങി ഞാനൊരു 3-4 പ്രാവശ്യം മേളിൽ പോയി ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ അവിടെ പോയി ഇരിക്കും, 2 മിനിറ്റ് 10-5 മിനിറ്റ് ഇരിക്കും, തിരിച്ച് വീണ്ടും താഴെ വരും. പിന്നെ ലാസ്റ്റ് എനിക്ക് വേദന വന്ന് സഹിക്കാൻ പറ്റണേ ഞാനൊരു കരച്ചിൽ കരഞ്ഞു. ഇവിടുത്തെ രാത്രി സമയത്ത് ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ചു. അമ്മ എനിക്ക് ഒട്ടും പറ്റണില്ല, ഭയങ്കര വേദന എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ നിർത്തി പോരണമെങ്കിൽ ഇങ്ങ് പോര്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുതുതായിട്ട് കയറിയതാണ് ആ കമ്പനിയിൽ. 4 മാസമായതേ ഉള്ളൂ, വിസ അടിച്ചിട്ടേ ഉള്ളൂ, ലീവ് ഒരിക്കലും കിട്ടില്ല. എന്തോ തോന്നി, ജനറൽ മാനേജർ അടുത്ത് ചോദിക്കാൻ തോന്നി. സാർ ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ ചെന്ന് ചോദിച്ചു, സാർ എനിക്ക് പറ്റണില്ല, 1 മാസത്തോളമായി ഞാൻ ഇവിടുത്തെ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിൽക്കാൻ പറ്റണില്ല, ഞാൻ ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് സാറ് പറയാണ്, ഞാൻ 10 ദിവസം ഒന്നും ചോദിച്ചിട്ടാണ് ചോദിക്കണേ, 10 ആയാലും 15 ആയാലും കുഴപ്പമില്ല, പൊക്കോ, നാട്ടിലേക്ക് പൊക്കോ, എല്ലാം ഓക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പം ഒരു വ്യാഴം വെള്ളിയൊക്കെ കാണുന്നു. പെട്ടെന്നൊരു കോള് വന്നു, എടി നാളത്തേക്ക് ടിക്കറ്റ് ഉണ്ട്, അതും വളരെ കുറഞ്ഞ റേറ്റ്, 5000-ന്, നാട്ടിലത്തെ 5000 രൂപയ്ക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടി. ഒന്നും നോക്കിയില്ല, എൻ്റെ ഒരു ബാഗ് എടുത്തു, 3-4 ജോഡി ഡ്രസ്സ് എടുത്തിട്ടു, കയറി പോന്നു. നേരെ നാട്ടിലെത്തി. എല്ലാവരും രാത്രി ഞാൻ വന്നപ്പോഴാണ് അറിയണത്. നാട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? ഞാനിപ്പോൾ ഇന്നത്തേക്ക് ഒരാഴ്ചയാകാണ്. വന്നതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു നമ്പറുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ഫോൺ നമ്പർ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അമ്മ വിളിച്ചോന്ന് പറഞ്ഞു. അമ്മ വിളിച്ചിട്ട് അവർക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ തന്നു. അപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ തന്നു. ഞാൻ എൻ്റെ സ്വന്തം നമ്പറിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ചു. വൈകിട്ട് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ പറയുന്നത് നമ്മുടെ ജീസസ് വേൾഡിന്റെ വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് വീഡിയോ കോളിൽ സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ കോൾ വരാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, കാരണം ഒരു പ്രാവശ്യം അവർ കോൾ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ വീണ്ടും കോൾ ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പഴയ പോലെ തന്നെ എനിക്ക് അതേപോലൊരു വയറുവേദന വന്നു. അതേപോലെ വന്നു. ഞാൻ അമ്മയുടെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു കാര്യം വിളിക്കുകയാണ്, അറ്റൻഡ് ചെയ്തോന്നും പറഞ്ഞ് ഞാൻ നേരെ ഓടിയത് വാഷ്റൂമിലാണ്. ആ ചെന്നിരുന്നപ്പോൾ പഴയ പോലെ തന്നെ വേദന വന്നു, ബ്ലഡ് പോയി. അതിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ കോള് കണക്ട് ആയി അമ്മ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സംസാരിച്ചപ്പം എൻ്റെ മനസ്സിലുള്ളതൊക്കെ ആരാ പാസ്റ്റർ സംസാരിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ ഫോണിൽ കൂടെ കണ്ടപ്പോൾ എനിക്ക് അത്ര ക്ലിയർ ആയില്ല ആരാന്നുള്ളത്. എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. അതോടെ എനിക്ക് വിശ്വാസമായി, കാരണം ഞാൻ ഒരുപാട് സംശയത്തിലായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാം, വയറ്റിൽ കൈവച്ചു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വയറ്റിൽ കൈവച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തോ ഒരു കുളിര് പോലെ എന്തോ എനിക്കൊന്ന് ഫീലായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുളിര് പോലെ എൻ്റെ ശരീരത്തിൽ എനിക്കൊരു എന്തോ ഒരു തണുപ്പ് പോലെ എനിക്ക് ഫീലായി. എന്താണെന്ന് എനിക്കത് കറക്റ്റ് അറിയില്ല, പക്ഷെ എനിക്കത് സാക്ഷ്യത്തിൽ എഴുതുന്നത് ഒരു ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി. അതിനുശേഷം ഇന്നിപ്പം അതൊരു ഏത് ദിവസമാണെന്ന് ഓർക്കല്ല, ഇത്രയും ദിവസമായി എനിക്ക് വയറുവേദന വന്നിട്ടില്ല. ഇതുവരെയായിട്ട് വയറുവേദന വന്നിട്ടില്ല. ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് അതേപോലെ ക്ലോട്ടായിട്ട് ഇന്ന് ഈ നിമിഷം വരെ, അന്നാ പ്രാർത്ഥിച്ച നിമിഷം തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോയിട്ടില്ല, ബ്ലഡ് ക്ലോട്ടായിട്ട് വന്നിട്ടില്ല. സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത് ബാത്റൂമിൽ പോകുമ്പോൾ കട്ടയായിട്ട് രക്തം വരും. കട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറിൽ ഇതുപോലെ പോലെയാണ് പൊക്കോണ്ടിരുന്നത്. അത് പോകുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന
അതെനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. അമ്മ അതുപോലത്തെ ഒരു വേദനയാണ് ഞാൻ അനുഭവിച്ചത്. പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ആശുപത്രിയിൽ പോകാൻ വേണ്ടി വന്നതാ. ഓക്കെ, ഹോസ്പിറ്റലിൽ പോകാനും ചെക്കപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് പൈസയൊക്കെ പപ്പയുടെ അക്കൗണ്ടിലിട്ട്, എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലിട്ടിട്ട് വന്നതാണ്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഒരു ഡോക്ടറെയും കൺസൾട്ട് ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇത്രയും പേരെ മുന്നിൽ വെച്ച് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയാണ്. ഞാൻ ഒരുപാട് അകന്നു പോയൊരു കുട്ടിയായിരുന്നു. പക്ഷെ തിരിച്ച് വീണ്ടും കർത്താവ് എന്നെ തിരിച്ചു വിളിച്ചു. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ എന്ന് എനിക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. എപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുമോ, കാരണം ഞാൻ കർത്താവിനെ ഇട്ടിട്ട് പോയതാണ്. അപ്പം ഞാൻ വന്ന എന്നെ തിരിച്ചെടുക്കുമോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് എനിക്ക് അന്ന് ആ നിമിഷം വരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. തുറന്നു പറയുകയാണ്, എനിക്ക് അന്ന് ആ നിമിഷം വരെ എൻ്റെ മനസ്സിൽ സംശയമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൈവച്ചിട്ട് ഞാൻ പറയാണ്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഇന്ന് എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. കമ്പനിയിൽ നിന്ന് ആൾക്കാർ പോയി കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ തുറന്ന് നോക്കൂല, കാരണം അവർ കളക്ട് ചെയ്ത് വരട്ടെ. കാരണം അന്ന് പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, തിരുവല്ല പ്രെയർ ഉണ്ട്, പ്രെയറിന് പോയിട്ട് വന്നതിന് ശേഷമേ റിസൾട്ട് നോക്കാവൂ, അതിലൊന്നും ഉണ്ടാവില്ല എന്ന് എൻ്റെ അടുത്ത് അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് പറഞ്ഞ വിശ്വാസത്തിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. അതിലൊന്നും ഉണ്ടാവില്ല. ഈ സൗഖ്യത്തോടെ ഈ ആരോഗ്യത്തോടെ തിരിച്ചെനിക്ക് അബുദാബിയിൽ പോയി ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. കർത്താവിനാണ് ഞാൻ പറയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം എന്നെ ഓർത്ത് എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നടന്ന് കയറി വരികയാണ്. കടന്നത് കർത്താവിനെ സ്വീകരിച്ചത് തന്നെ എനിക്ക് സന്തോഷം പറയാൻ പറ്റില്ല. സിസ്റ്റർ പറഞ്ഞ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? ഞാൻ കുറച്ച് അകന്നു പോയിട്ടുണ്ട് അല്ലെ, ദൈവമായ ബന്ധത്തിൽ അകന്നു പോയതാണ്. പക്ഷെ കേൾക്കുമെന്ന് സംശയം തോന്നി. എന്നാൽ സിസ്റ്റർ വിളിച്ചപ്പോ തന്നെ കേട്ടൊരു ദൈവമുണ്ട് അല്ലെ, കേട്ട് എനിക്ക് സൗഖ്യം തന്നു. അതാണ് ദൈവത്തിന്റെ മറുപടി. അതാണ് മറുപടി. കാരണം ഞാൻ ആ ഒരു മാസക്കാലം അനുഭവിച്ച വേദന എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനയാണ്. കാരണം ഞാൻ എങ്ങനെ ജോലി ചെയ്തതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സിസ്റ്റർ പറഞ്ഞത് ഒരു ദിവസം തന്നെ ഒത്തിരി വട്ടം 10 തവണയെങ്കിലും മിനിമം പോകും. അത് ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞൊരു 10 ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അതിനുശേഷം അങ്ങനെ പലവട്ടം വാഷ്റൂം പോകേണ്ട അവസ്ഥ പോയിട്ടില്ല. ഉറപ്പ് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്. ഞാൻ അതിനുശേഷം നമ്മൾ നോർമലി എൻ്റെ ശരീരത്തിൽ നമ്മൾ വാഷ്റൂമിൽ പോകണതല്ലാണ്ട് അതിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ പോയിട്ടുമില്ല. ഞാൻ ആ ഒരു വേദന ഇപ്പൊ അനുഭവിക്കുന്നതുമില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ ഇത്രയും ദിവസം വർക്കുകൾ ചെയ്യുമ്പം എൻ്റെ മനസ്സ് പുറമെ ഞാൻ സന്തോഷവതിയാണെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ പാസ്റ്ററിൻ്റെ ആ പാട്ടിൽ ഞാൻ വളരെയധികം എന്താ പറയുക, ആത്മാവിൽ അങ്ങനെ ലയിച്ചിങ്ങനെ ആ പാട്ടിങ്ങനെ ആസ്വദിച്ച് കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ പോലെ എന്താ ആ പാട്ട് എനിക്ക് കൂടെ പാടി ഒന്ന് ഇതാകണമെന്നുണ്ട്. അങ്ങനെ ഞാൻ ആ പാട്ടിൽ ആദ്യം ഇരുന്നു. പക്ഷെ അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് ആ വരികൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ പാടാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ആത്മാവിൽ തന്നെ ആത്മനിറവിൽ ആരാധിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, സിസ്റ്ററിന് ഈ പ്രയാസം വരുമ്പോൾ സിസ്റ്റർ പറഞ്ഞത് നേരത്തെ ഇങ്ങനെയാണ്, എൻ്റെ മുമ്പിൽ മരണഭയം ഉണ്ടായിരുന്നു. തീർച്ചയായും. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എല്ലാ ഭയവും മാറിപ്പോയോ? ഇപ്പൊ എനിക്ക് ഭയമേ ഇല്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഏത് വഴിയും താണ്ടാൻ പറ്റുന്നു ഉറപ്പായ വിശ്വാസമുണ്ട്. ഇതൊരു വലിയ വലിയ മടങ്ങി വരവാണ്. യേശു 2 കൈ നീട്ടി ലിനസിനെ സ്വീകരിച്ചു അല്ലെ, വലിയ സന്തോഷമാണ് അല്ലേ? വളരെ സന്തോഷമാണ്. സിസ്റ്റർ പറയുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, തന്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അമ്മ എപ്പോഴും പ്രാർത്ഥനയിലാണ് അമ്മയുടെ ജീവിതം. അമ്മയാണ് പ്രാർത്ഥന. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം പറ്റാണ്ട് ഇവിടെ വരെ ഞാൻ സത്യത്തിൽ അമ്മയാണ് നമ്മുടെ ജീസസ് വേൾഡിന്റെ നമ്പർ തന്ന് കണക്ട് ചെയ്തത്. അത് മുഖാന്തരം വലിയ വിടുതലുകൾ ഉണ്ടായി. വലിയ വിടുതലാണ്. ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയൊരു സാക്ഷ്യമാണ്. സന്തോഷം എനിക്ക് അത് എങ്ങനെ അറിയിക്കണോ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ദൈവം ചെയ്തെന്ന്. നമ്മളെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ഒരു സാക്ഷ്യവുമായിട്ടാണ് ലിന സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ഇതിൽ യാതൊരു മാനിപ്പുലേഷനുകളും ഇല്ല. താൻ അബുദാബിയിൽ ജോലിയിലായിരുന്നു, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. വളരെ പ്രയാസത്തോടെ തൻ്റെ വയറ്റിൽ നിന്ന് മാംസ കഷ്ണം വീണു പോകുന്നത് പോലെ ഹെവി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് റിസൾട്ടുകൾ ബയോപ്സിക്ക് ഡോക്ടേഴ്സ് അയച്ചു. വലിയ ഭാരത്തോടെ അല്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ള ചിന്തയോടെ സിസ്റ്റർ ആയിരുന്നേ. എന്നാൽ നമ്മുടെ നാട്ടിൽ വന്നു. അതും ഡോക്ടേഴ്സിനെ കാണാനും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ വന്ന സമയത്ത് തൻ്റെ അമ്മ ജീസസ് വേൾഡിലെ നമ്പർ കൊടുത്തു. പ്രാർത്ഥനാ വിഷയം വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, ഓൺലൈനിൽ പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു സൗഖ്യം തൻ്റെ മേൽ വന്നു. താൻ പറയുന്നത് എങ്ങനെയാണ്, ഒരു കുളിര് ശരീരത്തിൽ വരുന്നത് പോലെ, ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നി. അതിനുശേഷം പലവട്ടം ടോയ്ലറ്റിൽ പോകുന്ന ഹെവി ബ്ലീഡിംഗ് ആയിരുന്ന അവസ്ഥ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ വൻകുടലിൻ്റെ ഭൂരിഭാഗവും ഇൻഫെക്റ്റഡ് ആയിപ്പോയ അവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായൊരു സൗഖ്യം സിസ്റ്റർ അനുഭവിക്കാൻ കഴിഞ്ഞു. വലിയ വിടുതലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മളെ കാണുന്ന പ്രിയപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്, യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ട്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ സംശയത്തോടെ നോക്കുന്നവരുണ്ട്, പല വ്യത്യസ്ത അനുഭവങ്ങളിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്. അവരോട് സിസ്റ്റർ എന്താ പറയാനുള്ളത്? എൻ്റെ അനുഭവം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു അനുഭവമാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത്. കർത്താവിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയായിട്ട് ഞാൻ അതിൽ നിന്ന് മാറിപ്പോയി അതിനെ കർത്താവ് തിരിച്ചു വിളിച്ചതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അപ്പോൾ ആര് വിളിച്ചാലും വിളിയേക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിനെ വിളിക്കുക, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, ദൈവത്തിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കൂടെ നടക്കുക. അവൻ വലിയവനാണ്, എല്ലാം തരും, എല്ലാം തരും. പ്രാർത്ഥന കേൾക്കുന്നൊരു കർത്താവുണ്ട് അല്ലേ? കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് തിരുവല്ലയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. സാക്ഷ്യം നമ്മോട് പറഞ്ഞത് മാരമണിൽ നിന്നും ലിനി സിസ്റ്ററാണ്. ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയും ധൈര്യവും ഉറപ്പും കൊടുക്കട്ടെ.